ആ കൂട്ടുകാരൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബയ്ക്ക് ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ. മദീന को जाए ये दिल चाहता है मुकद्दर बनाए ये दिल चाहता है मदीना के आका दो आलम के मौला तेरे पास आए ये दिल चाहता है. അല്ലാഹുവേ എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഏതാഗ്രഹമെന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. ആരാ ഉഖബ എന്നറിയോ? ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയാ. പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ദിവസം ഉഖബത്ത് ബിൻ അബീ മുഈത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉഖബയുടെ വീട്ടിലെത്തി. മക്ക പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉഖബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഖബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാതെ, അല്ലാഹുവിന്റെ കലിമ വിശ്വസിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ഉഖബ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്ക ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്ക ഖുറൈശികൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖബ, നീ ഭക്ഷണം കഴിക്കാതെ നീ മുസ്ലിം ആവാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് വിശാല വിഷണ്ണനാകുമ്പോ അവസാനം റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ? ഉഖബ പറഞ്ഞു, നബിയേ, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് കലിമ പറഞ്ഞ് വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു. ഉഖബയോട് പറഞ്ഞു, ഉഖബ, നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. ഇതേപോലൊരു ബഹുമതി കിട്ടാനുണ്ടോ? ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള പിരിയുമ്പോ നാട് മുഴുവനും പാട്ടായി. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിമായി. ആ ഉഖബ ഇത് കേട്ട അബൂജഹൽ കോപാക്രാന്തനായി. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഉഖബ മുഹമ്മദിന്റെ വലയിൽ പെട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപാക്രാന്തനായ അബൂജഹൽ കഅബാലയത്തിൽ നിൽക്കുമ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നടന്നു വന്ന് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചു. പിടിച്ച കൈ തട്ടി മാറ്റിയിട്ട് അബൂജഹൽ പറഞ്ഞു, വേണ്ട ഉഖബ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയവനല്ലേ, ഇനി നീ എന്നോട് മിണ്ടണ്ട. ഞാൻ നീയുമായിട്ടൊരു ബന്ധമില്ല, ബാല്യകാല കൂട്ടുകാരാണ് നാം. ഇനി മുഹമ്മദിന്റെ കൂടെ പോയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖബ, ഞാൻ മിണ്ടില്ല ഉഖബ. ഉഖബയ്ക്ക് വല്ലാത്ത സങ്കടമായി. എത്രയോ നാളായിട്ടുള്ള കൂട്ടാ, പൊന്നു ചെറുപ്പക്കാരെ, ഇതല്ലേ പ്രയാസം. അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും ഉസ്താദ്? മിണ്ടണ്ടെന്നല്ല, അവനുമായിട്ടുള്ള തെറ്റിലുള്ള സഹവാസം നിർത്തണം. പൊന്നു സഹോദരാ, പൊന്നു സഹോദരാ. ഉഖബ അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അബൂജഹലേ, ആ സമയത്ത്
മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ, ഞാൻ മുസ്ലിമായടല്ല. അബൂജഹൽ പറഞ്ഞു ഉഖ്ബ ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ? കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ടിറങ്ങി വാ, എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാം. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാൻ ഈ വിശാലമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 1000 അഭിശബ്ദ കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ, ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ആ മുഖമാ ഞാൻ പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉഖ്ബ കടന്നു ചെന്നു. റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു. തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഉഖ്ബ കടന്നു വരിക, ഉഖ്ബ കടന്നു വരിക. ഉഖ്ബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല, എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചന്ദ്രമുഖത്തേക്ക് നോക്കി. അതാ ഉഖ്ബ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ചു നിന്ന മുഖത്തേക്ക് ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ അള്ളാന്റെ റസൂലിന്റെ ചന്ദ്രപൂമുഖത്തേക്ക്, ആ ചന്ദ്രകമല മുഖത്തേക്ക് ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ, സഹോദരങ്ങളെ സഹോദരിമാരെ, ചരിത്രമാവർത്തിക്കട്ടെ. ഉഖ്ബത്ത് ബിന്റെ ശരീരത്തിൽ നിന്ന് ഉമിനീർ അള്ളാന്റെ റസൂലിന്റെ മുഖത്തോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ദർബാറ് കുലുങ്ങി. ജിബ്രീലേ ചിറക് വിരിക്ക്, ജിബ്രീലേ താഴോട്ടിറങ്ങ്. ആകാശത്തിന്റെ മുഖറബായ മലക്ക് താഴോട്ടിറങ്ങി. ഉഖ്ബത്തിന്റെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിൽ ജിബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി. മുഖറബായ മലക്ക് തന്റെ കയ്യങ്ങ് വിരിച്ചപ്പോ ഉഖ്ബത്ത് ബിൻ അബീ മുഈത്തിന്റെ തുപ്പുനീര് അതാ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ കൈവെള്ളയിൽ തട്ടി. ആ കൈവെള്ളയിൽ തട്ടിയിട്ട് ഉഖ്ബയുടെ തുപ്പുനീര് അഗ്നിസ്ഫുലിംഗങ്ങളായി, തീപന്തങ്ങളായി ഉഖ്ബയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ആക്ഷേപിച്ച ഉഖ്ബയുടെ മുഖത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ തട്ടിയിട്ട് ആ ഉമിനീര് തീപന്തങ്ങളായി തിരിച്ചു വന്ന് ഉഖ്ബയുടെ മുഖം മുഴുവനും കരിഞ്ഞു പോകുമ്പോ കാലം സാക്ഷി, ചരിത്ര സാക്ഷി, അള്ളാന്റെ റസൂലിന് എന്റെയും നിങ്ങളെയും നെഞ്ചിന്റെ രാഘവകുമാരന്, ഔദുൽ കൗസറിന്റെ നായകന്, നാളെ സിറാത്തിന്റെ സുഭാഷകന്, 1000 ആണ്ട് ജനനങ്ങളായി 140 കോടി മുസ്ലിമീങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അള്ളാന്റെ റസൂലുണ്ടല്ലോ. ആ റസൂലിനെ അധിക്ഷേപിച്ചതാരാകട്ടെ, സൽമാൻ റുഷ്ദിയാകട്ടെ, തസ്ലീമാ നസീർ അൻസറിനാകട്ടെ, സാക്ഷാൽ പ്രൊഫസർ ജോസഫ് ആകട്ടെ, ആക്ഷേപിച്ചതെല്ലാം തിരിച്ചവന്റെ മുഖത്തോട്ട് തിരിച്ചു വന്ന ചരിത്രമാവുള്ളതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഔലേരിന്റെ കയ്യിൽ തൊണ്ടിട്ട് അത് മുഴുവനും തീപ്പന്തങ്ങളായി തിരിച്ചു തന്നു. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി പോയി. എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ, എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ. ആ സമയത്താണ് റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ വേർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി. ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി. കൂട്ടുകെട്ടിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തോട് ഈ പൂർണ്ണമായ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ ഖുർആനിലെ കൂട്ടുകാര് പറയുമ്പോ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി. നബിയെ വിഷമിക്കണ്ട, നബിയെ സങ്കടപ്പെടേണ്ട, നബിയെ തിരുദൂതരെ തിരുദൂതരെ. വയൗമ യഉല്ലാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. ഓ നബിയേ, വയൗമ യഉല്ലാലിമു അലാ യദൈഹി, നാളെ പരലോകത്തെത്തുമ്പോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പാപികളുടെ നടുവിൽ പാതി വഴിയിൽ പാതയെന്നിട്ട് പലപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നടക്കുമ്പോ, ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താഴെ ചെമ്പിന്റെ തറയിൽ കിടന്നിട്ട് പിടയുമ്പോ, അള്ളാന്റെ മലക്കുകൾ ചങ്ങല കൊളുത്തുമായി നരകത്തിലോട്ട് വിളിക്കുമ്പോ, ആ സമയത്ത്
നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിട്ടിയായിട്ടല്ല ഖുർആൻ പറയുന്നത്. 70,000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകാവകാശിയെ കാണുമ്പോ യദഊന വൈലൻ വയദഊന സുബൂറാ. കേട്ടിട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ചെറുപ്പക്കാരാ. സർവാഭാസങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൊന്നു ചെറുപ്പക്കാരെ, നിനക്ക് ദീനിനോട് താല്പര്യമുണ്ട്, പക്ഷേ ദുനിയാവ് കയ്യിൽ കിട്ടിയപ്പോ അള്ളാനെ പലപ്പോഴും മറന്നുപോയി. കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോട്, അവസാന കഴുക്കോലിൽ തൂങ്ങി മരിച്ചു. ആഖിറം നഷ്ടപ്പെട്ടില്ല മോനെ. ഒരു വേണ്ടാത്ത കൂട്ടുകാരി ഉണ്ടായപ്പോ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയിട്ട് നഷ്ടപ്പെട്ടത് നിന്റെ സ്വർഗമല്ലേ? രണ്ടുപേരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തില്ലേ? വേണ്ട മക്കളെ, വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട്, വേണ്ട മക്കളെ, വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട്, വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകം ഇങ്ങനെ കടന്നു വരുമ്പോ നരകാവകാശികളെ കാണുമ്പോ ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ? കള്ളു കുടിച്ചവൻ നരകത്തിലല്ലേ? പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ? കരിഞ്ചന്ത നടത്തിയവൻ നരകത്തിലല്ലേ? പൂത്തിവെച്ചവൻ നരകത്തിലല്ലേ? നന്മയ്ക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ? പള്ളയിലോട്ട് കത്തികുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ? ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ? അത് പ്രണയ നൈരാശ്യമാകട്ടെ, ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ, സഹോദരങ്ങളെ, ആ നരകാവകാശികൾ നിരന്നു നിൽക്കുമ്പോ മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നൊരഞ്ഞു പൊന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ? കൂട്ടുകാരുമായിട്ട് പാതിരാത്രി ചീട്ട് കളിച്ചില്ലേ? പൊന്നുമോനെ, കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി, ഗ്രാമാന്തരങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി പാതിരാ സമയത്ത് www.com വിരളമത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാഭാസവും കണ്ടില്ലേ? പൊന്നുമോനെ, നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രമല്ലേടാ? അള്ള പറയുന്ന നരകത്തിൽ നിൽക്കുമ്പോ ഈ നരകം ഓടി വരും. മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നുപോയ ആഭാസത്തിന്റെ നടുവിൽ കയറ്റിക്കൊടുത്തതാരാ? കൂട്ടുകാരന്റെ മൊബൈൽ നിന്നല്ലേ? സർവ ഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരനാ. ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ, സെൻഡ് ചെയ്യടാ, ഓക്കെ അടിക്കടാ. രണ്ടുപേരും നരകത്തിലല്ലേ? എന്തിനാ പൊന്നുമോനെ? ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം. അള്ള നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ? നരകത്തിന്. ആ നരകം കിടന്ന് വിളിക്കാൻ തുടങ്ങും, യദഊന വൈലാ. കള്ളുകുടിച്ചവനെ വാടാ, പലിശ മേടിച്ചവനെ വാടാ. ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം. ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അള്ള ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും. എന്നിട്ട് അള്ള നരകത്തോട് ചോദിക്കും, നരകമേ, യൗമന ഖൂലു ജഹന്നമ ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്. ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അള്ള ചോദിക്കും, നരകമേ പള്ള നിറഞ്ഞോ? പള്ളത്തെ സഹോദരങ്ങളെ, അള്ള നാളെ ചോദിക്കും, നരകമേ നിന്റെ പള്ള നിറഞ്ഞോ? നിന്റെ ആമാശയം നിറഞ്ഞോ? ആ സമയത്ത് പലിശക്കാരനെയും കള്ള് കച്ചവടക്കാരനെയും ഹറാമ് ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും, അല്ലാഹുവേ ഹലിം തലഅത്തി, നിന്റെ പള്ള നിറഞ്ഞോ നരകമേ? നരകം പറയുമ്പോ ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടോ? ഇട്ടോ അല്ലാഹുവേ, വിശപ്പ് തീർന്നിട്ടില്ല. നരകത്തിന്റെ വിശപ്പ് തീരൂല സഹോദര. ഒന്ന് ചിന്തിക്കൂ ഒരു നിമിഷം. എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല. നരകം പറയുമ്പോ ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ. ആ സമയത്ത് നബിയെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ വന്നാറു തൽഹബു മിൻ ഗൈലിന വമിൻ ഉനുഖി അലൽ ഉസാതി വറബുൽ അർശി ഗളബാന. ആ നരകത്തെ
മുമ്പിൽ കാണുമ്പോ അക്രമി അവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയും നബിയെ. അല്ലാലിമു ഏറ്റവും വലിയ അക്രമി ആലാലിമാണ് ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത്. അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കൈയും കടിച്ചിട്ട് കുടയും നബിയെ. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും,